ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾക്ക് ഈ 2024 സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പുരോഗതിയുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനിടയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയേക്കാം. അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നേട്ടങ്ങളുണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ നല്ല അനുഭവങ്ങൾ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല പ്രൊമോഷൻ ലഭിക്കാനിടയുണ്ട്. കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള കൂടുതൽ ഫെസിലിറ്റീസ്, കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടാം. കൂടുതൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട്. നിങ്ങൾ ദീർഘനാളായി ആഗ്രഹിക്കുന്ന നല്ലൊരു വാസസ്ഥലം ലഭിക്കാനിടയുണ്ട്. ഇങ്ങനെ പല ഗുണങ്ങളും നിങ്ങൾക്ക് അവിടെ വന്നു ചേരാം. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാനിടയുണ്ട്. സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകാനിടയുണ്ട്. കുട്ടികളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാനായിട്ടുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരുന്നതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരവും കൂടുതൽ സൂക്ഷ്മവുമായ വിവരങ്ങൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.